ഹലോ ഹായ്. അപ്പൊ ഞാനും ഫയ്യാനും ഞങ്ങളെ സമാധിക്കും കൂടി നാട്ടിലോടും ചായ ഇട്ടാത്തോണ്ട് വേണ്ടി ഞങ്ങളൊരു 500 റുപ്യൊക്കെ എണ്ണ അടിച്ച് ഒരു 10 റുപ്യേന്റെ ചായ അടിച്ചാൽ വേണ്ടി ഞങ്ങൾ അങ്ങ് ദുബായിലോട്ട് പോകണം. ഒരു എത്ര കിലോമീറ്ററിന് നമ്മൾ പോകണം? ഞങ്ങൾക്കൊരു 31-35 കിലോമീറ്ററിന്റെ അടുത്ത് പോയിക്കാണ് ഞങ്ങൾ ചായ അടിച്ചാൽ പോകണം. അതിലാറ് അപ്പുറത്തേക്ക് പോകണമല്ലോ, പക്ഷെ ഞങ്ങൾ 35 പോകണുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പോകാം. നല്ല പുറത്തുള്ളൊരു അതിസുന്ദരമായ ബാരിഷ്മേ ആകെയ. ആ ബാരിഷ് വെച്ചെടുത്താ ബാരിഷ് അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. എത്ര ഉള്ളൂ ബാരിഷ്. എന്താ ചെയ്യ എങ്ങനെ കായ ഒരു ചാടിച്ചാൻ വേണ്ടില്ലേ? ഒരു പട്ടണി അതുണ്ട്. പിന്നെ കൂട്ടുകാർക്ക് പൈസ ചെലവാക്കി ആരോഗ്യം കൂടുന്നൊക്കെ പറയുന്നുണ്ട്. പയ്യാനെ ചെലവാക്കിക്കോ. അപ്പൊ സവാദേ, കൂട്ടുകാർക്ക് വേണ്ടി പൈസ ചെലവാക്കിക്കോ, ആരോഗ്യം വർദ്ധിക്കുന്ന പറയണേ. അവിടെ പൈസ എറിയ, കൂട്ടുകാർക്ക് വേണ്ടി പൈസ എങ്ങനെ എറിയ കെട്ടി. അല്ല തേക്കനെ തേക്കനെ വരണം. തേക്കനെ വരുത്തുമ്പോ നമുക്ക് പൊട്ടുവോ? കണ്ടന്റ് ഇപ്പൊ കണ്ടന്റിന്റെ ആളാണോ? ഫുള്ള് കണ്ടന്റ്. കുട്ടികൾക്ക് തന്നെ പറഞ്ഞു കണ്ടന്റ്. ഷെയർ ഇട്ടുണ്ടാവൂലേ? കണ്ടന്റ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു കണ്ടന്റിന് എത്ര വാങ്ങണേ? എന്താ ചെയ്യാ? പൊറോട്ടയും നമ്മളിപ്പോ തിന്നാ പോണേ. നമ്മളവിടെ പോയിട്ട് അടുത്ത മനു നോക്കും. മനു നോക്കിയിട്ട് അവിടുത്തെ സ്പെഷ്യൽ എന്താ നമ്മൾ കഴിക്കും. അതുപോലെ സ്പെഷ്യൽ അല്ലാത്ത നമ്മൾ കഴിക്കും. ഓരോ സ്പെഷ്യൽ നമുക്ക് വേണ്ട. അതുപോലെ തന്നെ നമ്മളെ സ്പെഷ്യൽ നമ്മളുണ്ടാക്കണം. പുതിയ ഡിഷ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും. പുതിയ ഡിഷ് പിന്നെ വയറിലാണ്. പെരോക്കിയ രണ്ട് സൈഡ് ഇങ്ങനെ. സാക്കറിന്റെ കോണിയാണ്, ഉള്ളത്തെ കോണിയാണ്. അങ്ങനെ സാക്കർ വിചാരിച്ച സ്ഥലം പോയി. എന്താ ചെയ്യ അങ്ങനെ കായ. ജീവിതം അനുഭവം തോണി. ആ തോണിയിൽ അക്കരെ ഇക്കരെ തൊയ്യാണ്. ജീവിതം എന്ന തോണിയിൽ അക്കരെ ഇക്കരെ തൊയ്ഞ്ഞോണ്ട് ജീവനല്ല, ജീവിതം എന്ന കൂലി. എനിക്ക് ഇഷ്ടം അത് കൂലിയാണോട് പറഞ്ഞ ബുക്കിൽ ഇങ്ങനെ എഴുതിയേക്കാ. ഇന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ പോയി വീഡിയോ എടുത്ത് കൂലി 1000 മുസ്താഖ് തന്നിട്ടില്ല, അത് തരുമായിരിക്കും. ടച്ചാണ്ടി അല്ലെങ്കിൽ ആ ചെരിന്റെ ഇട്ടേക്കുക. അത് തരുമ്പോ ടിക്കിടുക. എങ്ങനെയുണ്ട്? എന്നിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്തു. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു രാത്രി 1 മണി മുതൽ 3 മണി വരെ ഞാൻ ഇരുന്നു. അതിനെനിക്ക് ടൈം വേണം. ആ ടൈമിനനുസരിച്ച് നമ്മള് കൂലി തരുള്ളൂ. നമ്മള് എന്റെ കൂലി എത്ര ചെയ്താ? എന്റെ കൂലി എത്ര ചെയ്താ? എല്ലാത്തിനും അതിന്റെ ബില്ല് വേണം. ബില്ല് ചെയ്യാതെ എങ്ങനെ പൈസ കൊടുക്കാം? അതങ്ങനല്ല പറഞ്ഞേ. ഇത് എടുക്കണ വർക്കിന് ഇജ്ജ് തെളിവുണ്ടാക്കി. യൂട്യൂബർ ആണല്ലോ. നാം തരം ബലൂൺ തരം ഒരു നല്ല കുപ്പി തരം. ഓടി വാ, ഓടി വന്നൊരു മുത്തം തന്നാട്ട്, ചക്കര മുത്തം തന്നാട്ട്. കുപ്പത്തൊട്ടിൽ കണ്ണു മാണിക്കപ്പെടിച്ചവൾ. അവിടെ പാട്ട് മണ്ണി വരായോ കൈകോർത്തു നാമെന്നും നന്നായി നാമെന്നും എന്നോട് കണ്ണായിടാ, നീയോട് മെയ്യായിടാ.
ചേലാണ് നെഞ്ചിലെ നേരാണ് എന്റെ കിനാവാണ് ഇതിനു നേരാണ് കൺമണിയവേ കണ്ണാടി പൂവേ കടിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാട്ടെ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ കളിപ്പൂമകളെ നീ അലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോട് തൊടും സ്വാതനമാണ് ഇതിലെ ഓണിലെ മിന്നി നിന്നൊരമ്പിളി അമ്പിളി കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ ഇങ്ങ് നീലത്തുരത്തില് നീർവരത്തിൽ നിഴലിടും അമ്പിളി കലയ്ക്കുള്ളിലെ കുറുമ്പരന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എന്നു തുടങ്ങിയല്ലോ അരക്കൊളുത്തുള്ളാരാ ചെലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെപ്പാട് മൂടും അത്രയും വെറ്റിലയിട്ടു വെച്ചാവേ കഥ കേട്ടു മെല്ലെ പൂട്ടി മഴയത്തും വെയിലത്തും പോകരുത് നാടിന്റെ വെട്ടം എന്താണ് പറയാനുള്ള പറയും എന്ത് വെറുതെ വീഡിയോ എടുത്തിരിക്കുന്നതിനാ വെറുതെ വീഡിയോ എടുക്കേ എന്റെ അധ്വാനിക്കുന്നു അധ്വാനിക്കുന്ന തൊഴിൽ സമൂഹം മഴയത്തും തൊഴിലുകാർക്കും വെയിലത്തും ആ കുഞ്ചിയമ്മയ്ക്ക് മക്കളാണ് അഞ്ചാമനോമന കുഞ്ചുവാണ് കഞ്ചാവ് വിറ്റ് നടന്ന കുഞ്ചു കഞ്ചാവ് കുഞ്ചു എന്ന പേര് വന്നു കഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ് അഞ്ചാമനോമന കുഞ്ചുവാണ് കഞ്ചാവ് വിറ്റു നടന്ന കുഞ്ചു കഞ്ചാവ് കുഞ്ചു എന്ന പേര് വന്നു വഞ്ചിയിൽ കഞ്ചാവ് ചാക്ക് വെച്ചു കുഞ്ചത്തിരുന്നു തുയഞ്ഞ കുഞ്ചു കഞ്ചാവലിച്ചു രസിച്ചു കുഞ്ചു ടൊടും 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 കഴിഞ്ഞു കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിരാൻ 1000 താരകൾ പൂത്തുവന്നേ പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി വന്നപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു സൗണ്ട് പോയി ഗ്യാസ് ഞങ്ങളെ വഴി തെറ്റി ഈ ചങ്ങായിയുടെ മാപ്പൊക്കെ ഏൽപ്പിച്ചോണ്ട് എന്താ ചെയ്യാ അതിനങ്ങോട്ട് മര്യാദക്ക് പോയില്ലേ വച്ചില്ലാന്നല്ല മാപ്പിൽ ഇങ്ങനെ കാണിക്കുമല്ലോ പോയി എടുത്തുക്കോ പക്ഷെ റോഡില്ല അതാണ് പായ ആയാർക്ക് ഇപ്പൊ ഇവിടെ റോഡ് കണ്ടോ വെറുതെ റോഡ് പോകണമെന്നാണ് ഒരു ചായ അടിക്കാൻ വേണ്ടിട്ട് ഇതിലൊരു ജീപ്പ് എടുക്കണ്ടോ ഒരു ജീപ്പ് എടുക്കണ ബെറ്റർ ഇതിപ്പോ നടക്കുന്നത് ഏസി പോട് ആട്ടെ അപ്പൊ അതാണ് മുഷ്കില് അതാണ് ആയി വന്നത് ഇപ്പൊ ഇതെന്തൂട്രാ മലകൾക്കും കുന്നുകൾക്കും ഇടയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ച് വഴി ദൂരം അടി റോഡുണ്ട് പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ പണ്ട് നമ്മളെ റിസോർട്ട് പോയ പോലെ റിസോർട്ട് ഇങ്ങോട്ട് പോയിട്ട് ഒറ്റ പൊന്തല മറ്റേ വണ്ടർലയിൽ പോണ ഒറ്റ പൊന്തല തീക്കലേ
കാറൊക്കെ ഉണ്ട്. കാറൊക്കെ എല്ലാ വരണ പറ്റത്തുണ്ട് കാറ്. നോക്കല്ല ഇവിടെ സ്ഥലം വേണ്ടിയിൽ പറയാ. സ്ഥലത്തിന് ഇവിടെ 1.25 ലക്ഷം റുപ്യ. സ്ഥലത്തിന് 1.25 ലക്ഷമാണ്. പയ്യാൻ ഇവിടെ സ്ഥലം എടുക്കണ്ടോ? ഇവിടെ വേണ്ട, മാണി പോരും. ഇവിടെ സ്ഥലം എടുത്തോ. ചെറുക്കം ചാടിച്ചാമ്മ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ച് പോകുന്നുള്ളൂ. എന്നിട്ട് കുടിച്ചില്ല, പച്ചവെള്ളം അല്ലേ ഇപ്പഴും കുടിച്ചിട്ട് പച്ചവെള്ളം എല്ലാം. എന്താ വേറെന്താ വയ്യേ? ഒരു വയ്യില്ല. ഏതാ റോഡിലെ ഇത്? ഏതാ റോഡ്? അടിപൊളി റോഡ് കേട്ടോ. മെയിൻ റോഡ് എങ്ങോട്ട് എത്തണം? അങ്ങോട്ട് വയ്ക്കോ. കോഴിക്കോട് NIT യോ? നമ്മള് NIT പോവോ? കാക്ക ഒരു മാറി ഓ എല്ലാം എടുക്കാം. പോകൂടാ പോട്ടെ. കൂളിമാട് ഇങ്ങോട്ടാണ് ചെയ്ത് കാണിക്കുന്നതൊക്കെ. എന്താണ് കാക്കാനോട് ചോദിച്ചാൽ മതി. കാക്ക നിന്നേ കാക്ക എവിടെയെങ്കിലും ഒന്ന് ചായ കുടിച്ചാ മതി. പസിക്കരുതേ പസിക്കരുതേ. ഇതിപ്പോ ഫറൂഖല്ല, ഇത് കണ്ണൂർക്ക് എത്ര കിലോമീറ്റർ ഓടിപ്പോ ഇത്രങ്ങാനും ഓടി. ഇവിടെ റിസോർട്ട് ഉണ്ട് കേട്ടോ, ഗ്രീൻ വാലി. ഇവിടെ ബോട്ട് എടുത്ത് കയറണോ? മാപ്പ് നോക്കണം. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നാരങ്ങാൾ റെസ്റ്റോറന്റ്. പക്ഷെ ഇത് അടച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും? ആളുണ്ട് അതിന്റെ ഉള്ളില്. എവിടെയും നിർത്താം, അവിടെയും നിർത്തി, ഇവിടെയും നിർത്തി, എവിടെയും നിർത്താം. എന്താ ചെയ്യും? ഇങ്ങനൊക്കെ ആയ നിർത്തം എവിടെ നിർത്താം? ആർക്ക് ഗ്രീൻ വാലി ഉണ്ടല്ലേ അവിടെ? എന്താ ചെയ്യും ഇങ്ങനൊക്കെ ആയ? കുട്ടികള് ഫെയ്യാൻ സാധനം ഉണ്ടോ? സെറ്റല്ലേ? മതി. മാറല്ല, അതിന് മാത്രം റോട്ടിൽ കൂടെ കയറി പോന്നോണ്ടേ. മാറാല് വരെ കൊണ്ടുവന്നു. മറിച്ചേ എത്ര മറിച്ചു? മതിയല്ലോ. ഡ്രൈവർ, ഞങ്ങളെ ഡ്രൈവർ അവിടെ സ്റ്റെപ്പാണ്. ഒടുവിലെ യാത്രയിൽ ഇതൊക്കെ പറയാൻ പാടണോ? നോക്കണം, സമാധാനം ആലോചനകൾ വരുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെത്തി. സ്ഥലങ്ങൾ ഒരുപാട് യാത്രക്കൊടുവിൽ കരണ്ടാൻ പോയി. ഞമ്മള് ഇരുന്നു കരണ്ട്. എന്തെടുക്കണ്ടേ?
ചെമ്മീന് കൂന്തല്, ബീഫ് ഫ്രൈ, ബീഫ് ലിവർ, ബീഫ് കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം, കോക്കനട്ട്, മപ്പാസ്, പിടിക്കോയി. പറഞ്ഞോട് ചെമ്മീനുണ്ട്, കോക്കനട്ട് ഉണ്ട്, പിടിക്കോയി ഉണ്ട്. അതൊക്കെ പോണം. ഒന്നുകൂടി കൂടുതൽ ബാക്കി ഉണ്ടായല്ലോ. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അതിനോട്. എന്നാലും അതിലുണ്ടല്ലോ ബീഫ് കൊണ്ടാട്ടം മറ്റേ പിടിക്കോ എഴുതല്ലേ ഫ്രൈ ചെയ്ത് മസാല ഉണ്ട്, മസാല ഉണ്ടാവും. മറ്റേ ലഗോണല്ലേ എടുത്തോ ഒന്നോ പോയിട്ട് ബീഫ് കൊണ്ടാട്ടോ ബാക്കി തന്നെ പറയാം ചായയില്ലേ ചായക്ക് പകരം ഒന്ന് കുറച്ച് ലേറ്റ് ആയി ലൈറ്റ് 3 മധുരം. മഞ്ഞട്ട് വന്നിക്കണോ മഞ്ഞ പറ്റുന്നത് ബ്രസീലോ ബ്രസീലോ ചൈന ചൈന ഓളുണ്ടോ ഫുർഗാ ടീംസിലാ അത് നോണയാണ് പറഞ്ഞത് കാരണം നമുക്ക് രാജ്യമല്ല നമ്മുടെ രാജ്യം ഇന്ത്യ. ഇന്ത്യ എന്റെ രാജ്യം ഇന്ത്യ. വന്ദേ ഭാരതല്ലേ? രാവിലെ മറ്റേ വെസ്റ്റ് ഹാം എത്തിയായിരുന്നു സെവൻത്തിലേക്ക് പോയി. സെവൻസിലൊക്കെ വെസ്റ്റ് ഹാമില് പ്രീമിയർ ലീഗ് അല്ലേ ഇംഗ്ലീഷ് ലീഗിലല്ല ആ ലീഗിലല്ല അമേരിക്കൻ സെവൻസ് ഉണ്ട് ഓരോ ടീം അതിന് വേണ്ടി കളിക്കുന്നത്. എന്നാലും പൈസ കിട്ടൂലേ മേലക്ക് കയറിയെന്ന് മേലക്ക് കയറോ മേൽക്ക് നേരെ പോയ അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ഒടുവിലെ യാത്രയിൽ നമ്മള് നാരങ്ങാടി ഓരോ ബഡ്ജറ്റും സമാധാനം മാപ്പിന്റെ അവിടുത്തെ ഉള്ളിലേക്കാ നോക്കണേ മാപ്പ് നോക്കണം. എന്നിട്ടില്ലേ അതല്ലേ ഈ എപ്പോഴാ ചെങ്ങന്മാരെ വിളിച്ച് നമ്മള് പറഞ്ഞു ചെങ്ങന്മാരെ വിളിച്ച് അതിന് നമ്പർ ഇല്ല. നമ്മള് കാണുമ്പോ റോഡ് സൈഡിലാണ് മാപ്പില് കാണുമ്പോ റോഡ് സൈഡിലാണ് ഇതിങ്ങനെ ഒരു മണ്ണിട്ട് റോഡോട് പോകണം കോഴിക്കോടേക്കോ അരീക്കോടേക്കോ കഴിച്ചില്ല കൊക്കേക്ക് ജസ്റ്റ് ചാടി ചാടില്ല ചാടി അവിടെ ലാസ്റ്റ് പെരന്റെ മുറ്റത്ത് കൂടെ എത്തിയാണ് വണ്ടി. അപ്പത്തേക്ക് ബൈക്ക് സൈക്കിളൊക്കെ പോകുള്ളതാണ് കാറൊന്നും പോകില്ല ഇങ്ങനെ റോഡില്ല ഏതായാലും സമാധി നെഞ്ചിരിപ്പോടെ തന്നെ വണ്ടി ഓട്ടിട്ട് തറേ കക്കാര് ഇല്ല നമ്മളെ വന്ന റോട്ടിന്റെ തന്നെ പോയ പിന്നെ എല്ലാ പ്രശ്നങ്ങളും മുഷ്കിലും കയറോ ഇറങ്ങാൻ കുഴപ്പമില്ല റോഡില്ല എനിക്ക് വരാനറിയില്ല പോവാനറിയില്ല കയറി കിട്ടണേ ഇതുകൊണ്ട് ആ ജീപ്പ് ഉണ്ടായിരുന്നു ചിക്കനോട് ചോദിച്ചാൽ മതി. അത് വൈകുന്നേരം കെട്ടിയടാ മോനെ ബ്രേക്ക് പോലത്തെ വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോവാ ഇടത്തേക്ക് പോകുന്നുണ്ട് വലത്തേക്ക് പോകുന്നുണ്ട് അരീക്കോട്ടേക്കോ അല്ല കോഴിക്കോട്ടേക്കോ ഇങ്ങനെ പോകാൻ വേറെ വഴിയിൽ പോകേണ്ടി നമ്മള് ഞങ്ങള് കോഴിക്കോട് പോയിട്ട് പോണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പേരോട് വരി പോയിട്ട് ഇപ്പൊ കാര്യം ആണെങ്കിൽ നമ്മള് കാരന്തൂര് പോയിട്ട് ഉച്ചക്കത്തെ ചന്ദ്രേട്ടൻ ചായക്കടി നല്ല ഫിഷ് ഫ്രൈ നല്ല മാണ്ടില്ല. അതല്ലേ മാടി അയക്കമാരെന്ന് വിളിച്ചോണ്ടി വരുന്നത് അസ്വലിക്കാറുണ്ട് വരുന്നത്. പോയി വരുന്നുണ്ട് ഇവിടെ 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 പോയിട്ട് ഒരു ഇവിടെ അടിപൊളി കേട്ടോ അടിപൊളി. എന്നെ കാണാൻ ചോർക്കണം. അതാ ഒരു ചായ 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 കാഫി ചായ എത്തിയിട്ടുണ്ട്. 2 ലൈറ്റിന് പകരം ഒരു 2 ചായ ലൈറ്റ് ആണോ ചായന്റെ കളറോട്ടെ നമ്മൾ ചായന്റെ റിവ്യൂ പറഞ്ഞു ചായണ്ട് പള്ളിമുക്കിലെ കാക്കാന്റെ ചായ പിടിച്ചാ കാക്കാന ചായന്റെ അത്ര എത്തിയിട്ടില്ല. കാക്കാന ഇതിനെ ഒന്നുകൂടി കട്ട് ചെയ്യണ്ടാവും.
ഉണ്ട്. കാക്കാന്റെ ചായ ഇതിലേറെ കട്ടിണ്ടാവും, ഇതിലേറെ കട്ടിണ്ടാവും ചായ. അറിയില്ല അവിടെ കാര്യോ ചായ ഒന്നുകൂടെ പാല് ഇതിലേറുണ്ടാവും. എന്റെ മോനെ കംപ്ലൈന്റ് അടിച്ചില്ലല്ലോ ഉള്ളി യൂട്യൂബിലെ കാക്ക അല്ല നമ്മളൊന്നും അവിടെ നിന്ന് കൊടുക്കണ്ടോ. ഇതാ പൊറാട്ട 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 അല്ല, നല്ല മുരിഞ്ഞ് പൊരിഞ്ഞ പൊറാട്ട. ഓരോന്നുള്ളൂ. ഓരോന്നും മതി ഇപ്പൊ തൽക്കാലം എനിക്ക്, ഓരോന്നുള്ളൂ അയക്കാക്ക് മതി. ചൂടുള്ള പൊറാട്ട, നൈസ് പൊറാട്ട. ഓ പൊറാട്ടോ സുൽത്താൻ ബാഴ്സത്തെ പൊറാട്ട, മൊരി മൊരിയല്ല, നെരി നെരി. സുൽത്താൻ ബാഴ്സത്തെ പൊറാട്ട നല്ലത്. ഇത് അടിപൊളി പുറത്ത് നല്ല മഴ, നല്ല മഴ, അടിപൊളി മഴ. പൊറാട്ട നൈസാണ്, നൈസ് നൈസ് പൊറാട്ട. ക്രിസ്പി പൊറാട്ട വേണ്ടി ചട്ടിപ്പോയ പൊറാട്ടയും മാറിയോ മാറിയോ. അത് ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടി പിടിക്കാം. ഈ ബീഫ് ഉണ്ടെന്ന് കരുതാം നമ്മള്, ബീഫ് ഉണ്ടെന്ന് കരുതാണ്ട് ബീഫ് ഇങ്ങനെ പിടിക്കാം. ബീഫ് ഉണ്ടെന്ന് കരുതണ്ടേ, ഉണ്ടെന്ന് കരുതിയിട്ടുള്ളു. അപ്പൊ ഇത് കരുതുമ്പോ അതിന് വരുന്നുണ്ടല്ലേ. സ്വർഗത്തിലെങ്ങനെയാണോ കരുതുമ്പോ കരുതും. സ്വർഗത്ത് നരകത്തില് പോയിണ്ടാവോ. ഇതൊക്കെ പോയാലും ഉള്ളി കഴിക്കണല്ലോ. ഇതിന്റെ പേരെന്താണ്? പിടിക്കോയി പിടിക്കോയി. പെടക്കോയി അല്ലല്ലോ, ഇത് പോവാനാണ്. ഒരു പൊറാട്ട, ഒരു ബീഫ് എടുത്തിട്ട് ഒരു ഉള്ളി വെച്ചിട്ട് കല്യാണ പേര് അതേ ടേസ്റ്റ്. ബീഫുള്ള ബീഫുള്ള അതിലായിക്കിട്ട് ചായ പക്ഷെ കാക്കാന്റെ അടുത്ത് എത്തിയിട്ടില്ല. ചായ എല്ലാരും കൂട്ടേണ്ട സവാദേ മനോടെ കണ്ടി അടിപൊളിയാണെന്ന് ഞമ്മള് തിന്നല്ലേ. ഇനി പിടിക്കോയി എങ്ങനെന്നാ പിടക്കോയി അതാ കോഴിക്ക് കോയിന്റെ വാലൊന്നും കഴിയില്ല. എല്ലാം കുഴപ്പമില്ല, എല്ലാം സൂപ്പറാ. ഇങ്ങനെ ഒരു പിടിക്ക് പിടിക്കുക, പൊറാട്ട അങ്ങനെ പിടിക്കുക, ഞാൻ ഇങ്ങനെ പിടിക്കുക നമ്മള്. എന്നിട്ട് എന്താ ഇട്ടുക, എന്നാ തൊള്ളാട്ടിയ എന്നിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക. എങ്ങനെയുണ്ട് പിടിക്കുക, എങ്ങനെയുണ്ട്? അടിപൊളിയാ, സംഭവം അടിപൊളിയാ. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. സ്വസ്ഥായിട്ട് അടിപൊളിയായിട്ട് പൊറോട്ട മാണ്ടി അത്ര ഇതാണ് പിടിക്കോയി സാധനം. കൊള്ളാം, ഇത് വൈഭവം ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഹലോ അങ്ങനെ ഞങ്ങൾ നാരങ്ങാളി റെസ്റ്റോറന്റിൽ നിന്ന്
ഫുഡ് കഴിച്ചിറങ്ങി. അതിമനോഹരമായ 2 പൊറോട്ടയും. സംഗതി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്, പക്ഷെ ഇപ്പൊ ബ്രഞ്ചായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടാം. അതെ അതെ. ബ്രേക്ക്ഫാസ്റ്റ് അന്നെ പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓ അന്റെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഞാൻ ഇതില്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ചാണ്. എന്നെ പറഞ്ഞ എന്റെ പിന്നെ നമ്മള് പിന്നെ കഞ്ഞല്ലേ കഞ്ഞിയാണ്. അങ്ങനെയുണ്ട് ഫുഡ്, അങ്ങനെയുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഫുഡ് ഞങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ ബീഫ് കൊണ്ടാട്ടം ഇതേപോലത്തെ സാധനം വേറെ ഒന്നും കഴിച്ചില്ല. വേറെ ഒന്നും കഴിച്ചു ഇനി കഴിച്ചാൽ വേറെ എവിടെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആരെയും വേറെ എവിടെ ഉണ്ടെങ്കിൽ പറയും ഞങ്ങൾ അതേപോലെ എവിടെ ഏത് അങ്ങനെ തലയാണ് ഞങ്ങൾ അവിടെ വിമാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചാ ഞങ്ങള് കുറച്ച് പൈസ വിമാനത്തിന് പൈസ അങ്ങനെ പ്ലാൻ ഉണ്ട്. ഈ റെന്റിങ്ങിലുണ്ട്. ചെലപ്പോ നമ്മള് നോക്കാം, നമുക്ക് ആലോചിച്ച് നോക്കാം. റിവ്യൂ ഒക്കെ റിവ്യൂ ചെയ്യാം. ഒക്കെ ആ നേരത്തെ പറയാം. ഇത് ഇപ്പൊ തന്നെ ടെസ്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നാലും പ്രേക്ഷകർക്ക് ആകാംക്ഷ വെള്ളത്തിലാട്ടോ ഇങ്ങോട്ട് സീനാട്ടോ. ഇവിടെ നല്ല വെള്ളം കയറിയാണ്. ഇവിടെ എങ്ങനെയാണെങ്കിൽ 2 വെള്ളം കൂടി കഴിഞ്ഞാലേ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞില്ലേ. ലെഫ്റ്റ് പറഞ്ഞ റോഡില്ലല്ലോ. നമുക്ക് മാപ്പും അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി വരിക കാര്യങ്ങളായിട്ട്. നമ്മള് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഫുഡായിരുന്നു. പൊറാട്ട എങ്ങനെയാണ്? പൊറോട്ട അടിപൊളി. സാധാരണ നമ്മള് ക്രിസ്പി പൊറോട്ടകളാണ്, പക്ഷെ ഇത് നൈസ് പൊറോട്ട. ചില്ലി ചില്ലി ഇവിടെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ചോദിച്ചൊക്കെ നമുക്ക് ബൈക്കാരനോട്. ബൈക്കൊക്കെ തന്നെയാണ് അയാളെ ചോദിച്ചോ ഗസ്റ്റ്. ഒരു ഓർഡർ ചെയ്യുന്നുണ്ട്. ആ ഓർഡർ ചെയ്യുന്നുണ്ട് നോക്കാം. എന്നിട്ട് അന്ന് ഓട്ടം എന്താണ് കുടുങ്ങോ അറിയില്ല. ഒരു ഓർഡർ സൈക്കിൾ വരുന്നുണ്ടോ, ഇങ്ങോട്ട് വരുമോ? ചെറിയ വെള്ളം പൊന്തിയില്ല. എന്നാലും ഇവിടെ ചെറിയൊരു കൊണ്ട് നമ്മളിപ്പോ ഈ ഇറങ്ങിയെടുത്ത് ചെറിയൊരു കൊണ്ടാ. വെള്ളം കയറിയോ? അടുത്ത വെള്ളം ഇവിടെ ഉണ്ടോ? ഈ ഇവിടെ ആയില്ലേ തോടിലപ്പുറത്ത്? ഇവിടെ ആവണുള്ളൂ. ആവുന്നുണ്ട്. ഇവിടെ ആകും ആയിട്ടില്ല, ആവണുള്ളൂ. ആവാൻ നിക്കുന്നുണ്ട്. എല്ലാരും സൂക്ഷിക്കുക. മഴയൊക്കെയാണ്, പുറത്തിറങ്ങുമ്പോ സൂക്ഷിക്കുക. ചുവന്ന കൊടി കൊണ്ട് ഇറങ്ങാം. ചുവന്ന കൊടി കൊണ്ടോ? CPM ചോന്നുണ്ടോ? മഞ്ഞല്ലേ? ചോപ്പുണ്ടോ? റെഡ് എന്തേലും ഉണ്ടായാ മതി. ഞാൻ മൊത്തത്തില് അല്ല യെല്ലോ. ഇതെന്തോണ്? വേറെ കളറാ? അല്ല നമ്മളിപ്പോ ഇവിടെ പോയത്. പാട്ട് സൗണ്ട് അടിച്ചാ ഓപ്പറേറ്ററിനടി പറയല്ലോ. കൊടടുത്ത് ഇറങ്ങിക്കോ. മഞ്ഞ് വിട്ടാണ്ട് ഒരു ഫോട്ടോ എടുത്ത് തരാം. വൈബോട്ടോ. ആ കൊട എടുത്താണ് അങ്ങനെ നടക്കല. ഒരു സെൽഫി എടുക്കാം നമുക്ക്. തമ്പതിനുള്ള ഇവിടെ ഇടാക്കിയോ? കുറച്ച് മുമ്പിൽ സ്പേസ് നോക്കിയോളാം. ഇവിടെ നിർത്തിയാ മതി. പൊന്നാര പുറത്തെ ഞാൻ സ്വിഫ്റ്റിന്റെ അടുത്തോണ്ട് നിർത്തല്ലേ, അപ്പുറത്ത് പുറത്തും ക്ലാഷ് ആവും. അല്ല ആ സൈഡ് നിർത്തിയാ മതി. പുഴയോരങ്ങൾ തോറും കടലായി വളർച്ചില്ല നീ ഒരുപാട് മതിയാവും. യെസ്, മഴവില്ലിന്റെ കൊട. മഴവില്ലിലെ കുമ്പരത്ത് എന്താ കൂടെയോരങ്ങൾ പോലും മഴ ഉള്ളിച്ചല്ലേ. അതിനെന്താ ആടെ പോര്, അപ്പുറത്തേക്ക് പോര്, വണ്ടിക്കോ ഓടിക്കോടാ. വത്തക്ക തോട്ടയാണ് തോന്നുന്നുണ്ട്. ഇത് വത്തക്ക തോട്ടാണ് തോന്നുന്നുണ്ട്. നിറച്ചും വത്തക്ക വത്തക്ക വത്തക്ക. പല പാടയൊക്കെ പാടന്നെയാണ്. ആ വാഴ വെട്ട് ചാടി വെക്കാലോ. നമുക്ക് നീന്താൻ വേണ്ടി കൊസ്റ്റൊക്കെ കറക്റ്റ് കാലം.
നമ്മൾ തമ്മിൽ നമ്മളിവിടെ നിക്കണത് വെച്ചാല് കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണെന്ന് തോന്നുന്നത് അല്ലേ? അതിമനോഹരവും സുന്ദരവുമായ നമ്മള് സവാദിക്കാന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ എത്തി. ആ, അപ്പൊ ഞങ്ങള് തന്നെയില്ലേ നിക്കേ നിക്കേ ഫോട്ടോ എടുക്കണ്ടേ? മയവില്ലിന്റെ കൊടയും കൊണ്ട് നടക്കണേ ഞങ്ങള്. അതുകൊണ്ട് മയോജന് ആലോചിക്ക ഈ മയവില്ല് കൊട ഉള്ളതുകൊണ്ടാണ് നമുക്ക് മയോജന്. മഴവില്ലിയിലെ മുമ്പേ തുണ്ട് പിന്നെന്താ വെറും മയവില്ല് പറഞ്ഞാ ഈ പാട്ട് എപ്പോഴും പാടണേ. മഴവില്ലോണ്ട് ആ ഒരു പാട്ടുള്ളതുകൊണ്ട്. ഓക്കെ അപ്പൊ ഫോട്ടോ എടുക്കാം. ആ മഞ്ഞ കോട്ട് വാങ്ങിയാടാ ഇങ്ങനത്തെ മജാക്കാം ഇന്നത്തെ മതിയാക്കാം. ഹലോ കണ്ണാടി പോ വണ്ടി കയറാം അടുത്ത വീടെടുക്കാം. നെക്സ്റ്റ് ഓൺ ദി സ്റ്റേജ് എന്താണ് ഇളനീർ പായസോടി ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാട്ടോ. മതി ഇന്ന് മതി മതിട്ടോ. അതിന് വൈനപ്പല്ലേ അതിന്റെ കോട്ട കഴിഞ്ഞു.